വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഡേ നമ്മളിപ്പോ മോൾഡീവ്സിലാണ്. ഞാൻ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നു. നമ്മുടെ വീഡിയോ ഇപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഫ്ലൈറ്റിൽ വെച്ചൊന്നും വീഡിയോ ഒന്നും എടുക്കുകയൊന്നും ചെയ്തില്ല. ഞാൻ എന്റെ ഭയങ്കര ഒരു ഡ്രീം ആയിരുന്നു മോൾഡീവ്സിൽ വരണമെന്ന്. എല്ലാം ഹറിബറി ആയിരുന്നു. ഫസ്റ്റ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പൊ മോൾഡീവ്സിൽ വന്നത്. മോൾഡീവ്സിലെ ഡേ 1 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങളിത് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് വേണ്ടി ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ഞാൻ ഈ ബോട്ടിൽ കയറി എങ്ങോട്ട് പോകാമെന്നറിയാമോ? വാട്ടർ വില്ലയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി വാട്ടർ വില്ലയിൽ വെച്ച് സെലിബ്രേറ്റ് ചെയ്യണമെന്നും ഞങ്ങളുടെ വേറൊരു വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് ആണ്. കാരണം നമ്മൾ ഈ വീഡിയോയിലും ഒക്കെ അല്ലേ ഈ വാട്ടർ വില്ലയൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ റൂമിന്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലേസ് കാണാൻ വേണ്ടിയിട്ട്. നമുക്കിത് ഈ ബീച്ചിൽ കൂടെ നടക്കാനൊക്കെ പറ്റും. അധികം ആഴമില്ല. ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്. നമ്മുടെ എല്ലാ റൂമിലും ഒരു സ്റ്റെപ്പ് ഉണ്ട്. അതിൽ കൂടെ നമുക്ക് ബീച്ചിലേക്ക് ഇറങ്ങാനായിട്ടൊക്കെ പറ്റും. ഇതായിരുന്നു ഞങ്ങളുടെ ലഞ്ച് ടൈം ആവുമ്പം ഈ ഒരു വണ്ടിയിലാണ് നമ്മളെ റെസ്റ്റോറന്റിലേക്ക് കൊണ്ടുപോകുന്നത്. കാരണം അത്യാവശ്യം നന്നായിട്ട് നടക്കാനുണ്ട്. ഇതാണ് അവിടുത്തെ വില്ലകളൊക്കെ. എല്ലാ വില്ലയും ഒരുപോലെ ഇരിക്കും, പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അങ്ങനെ ദേ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോവാണ്. ഇവിടെ നമുക്ക് ഡ്രസ്സും അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റിയ ഷോപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് അവർ നമ്മൾക്ക് ബെഡൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഒരു കാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോയി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരുപാട് ഫുഡൊക്കെ കഴിച്ചു, ഒത്തിരി കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ പോയത് ഫിഷിങ്ങിനായിരുന്നു. ഈ ചേട്ടനാണ് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെയാണ് മീനെ പിടിക്കേണ്ടതെന്ന്. കുറേ നമ്മൾ ട്രൈ ചെയ്തു. പക്ഷെ അവസാനമായപ്പോഴത്തേക്കും രാത്രി ആകാറായപ്പോഴത്തേക്കും നമുക്ക് കുറേ ഫിഷിനെയൊക്കെ കിട്ടി. അതിനുശേഷം നമ്മളിത് പാരാസെയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. തായ്ലൻഡിൽ വെച്ച് ഞങ്ങൾ പാരാസെയിലിംഗ് ചെയ്തായിരുന്നു. പക്ഷേ അത് വെച്ച് ഇത് കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. കാരണം ഇത് അടിപൊളിയായിരുന്നു. ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നല്ല വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. അതിനുശേഷം ഞങ്ങൾ സ്നോർക്കലിങ്ങിന് പോയി. ഒട്ടും നീന്താൻ അറിയത്തില്ലെങ്കിലും സ്നോർക്കലിംഗ് ചെയ്യണമെന്ന് ഏറ്റവും ആഗ്രഹം എനിക്കായിരുന്നു. അവർ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ എടുത്ത് തന്നു. എൻ്റെ കയ്യിൽ ഒരാൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചില്ലെങ്കിൽ എനിക്ക് വെള്ളത്തിൻ്റെ ഉള്ളിൽ നിൽക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പേടിയുമായിരുന്നു. പക്ഷെ എനിക്ക് പറ്റാവുന്ന പോലെ ഞാൻ മാക്സിമം കുറേ നേരം വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്നു. അവർ കുറച്ച് ഫിഷ് ഫുഡൊക്കെ തന്നു. അതൊക്കെ നമ്മൾ ഫിഷിന് കൊടുത്തു. സോ അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു മോൾഡീവ്സിൽ വന്നതിൽ. സോ നിങ്ങൾ ആരെങ്കിലുമൊക്കെ മോൾഡീവ്സിൽ വരുവാണെങ്കിൽ എന്തായാലും സ്നോർക്കലിംഗ് ചെയ്യണം. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും. ഇച്ചായന് നല്ല അടിപൊളിയായിട്ട് സ്വിം ചെയ്യാനായിട്ട് അറിയാം. ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുശുമ്പ് തോന്നിപ്പോയി. കാരണം അത്ര സൂപ്പറായിട്ടായിരുന്നു സ്വിം ചെയ്തത്. ആ വീഡിയോ എടുത്ത ചേട്ടൻ എന്നോട് പറഞ്ഞു, യുവർ ഹസ്ബൻഡ് അടിപൊളിയായിട്ടാണ് സ്വിം ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു സ്വിം ചെയ്യുന്നത് കാണാനൊക്കെ. അതിനുശേഷം ഞങ്ങൾ ജെറ്റ് സ്കീ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ആദ്യമായിട്ടായിരുന്നു ജെറ്റ് സ്കീ ചെയ്തത്. അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സ്പീഡിലാട്ടോ ഈ ജെറ്റ് സ്കീ പോകുന്നത്. നമ്മൾ ആ ചേട്ടനെ ഭയങ്കരമായിട്ട് മുറുക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കുക. കാരണം താഴെ വീഴുമോ എന്നുള്ളിൻ്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ തന്നെ കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തൊരു സംഭവമായിരുന്നു ഈ ജെറ്റ് സ്കീ.
അതിനുശേഷം ഞങ്ങളത് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കണം. അറിയാതെ എങ്ങാനും കൈ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളത് ഈ വെള്ളത്തിൻ്റെ അകത്തേക്ക് കിടക്കും. സോ കുറച്ച് പേടി ഉണ്ടായിരുന്നു. നല്ല സ്പീഡിലാണ് പോയത്. എനിക്ക് തോന്നുന്നു 15 മിനിറ്റെങ്കിലും അവർ നമ്മൾ ഇങ്ങനെ കൊണ്ടു. അതിനുശേഷം ഞങ്ങൾ കയാക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. എനിക്ക് ഏറ്റവും മടി കയാക്കിങ് ചെയ്യാനായിട്ടായിരുന്നു, കാരണം നമ്മളിങ്ങനെ തുഴയുണ്ട്, അപ്പം കൈക്ക് വേദന എടുക്കും. സോ ഞങ്ങൾക്കല്ല, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഹസ്ബൻഡിന് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് കൈക്ക് വേദന എടുക്കുമായതുകൊണ്ട് എനിക്കിത് ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു. സോ ഞങ്ങൾ ഇത് അധിക സമയം ചെയ്തില്ല. മോൾഡീവ്സിൽ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് ആണുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും. ജെറ്റ് സ്കീ, പാരാസൈലിംഗ്, സ്ക്യൂബ ഡൈവ്, ഫിഷിംഗ്, കയാക്കിംഗ്, അങ്ങനെ ഫുള്ള് വാട്ടർ ആക്ടിവിറ്റീസ് ആണ്. പക്ഷേ നമ്മൾ വേറെ ഏത് സ്ഥലത്ത് പോകുന്നതിനേക്കാളും വാട്ടർ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഏറ്റവും നല്ലത് മോൾഡീവ്സിൽ വരുന്നതാണ്. സോ നമ്മുടെ ബഡ്ജറ്റ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞൊരു ടീമാണ് നമ്മളിപ്പം മോൾഡീവ്സിൽ കൊണ്ടുവന്നത്. അവരുടെ ടൂർ പാക്കേജിങ്ങും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു. സോ മോൾഡീവ്സിൽ വരാൻ താല്പര്യമുള്ള ഒരു ബഡ്ജറ്റ് ഹോളിഡേയ്സിന് കോണ്ടാക്ട് ചെയ്യൂ. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഇതേ മോൾഡീവ്സ് എയർപോർട്ടിലെത്തി വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, വാച്ച്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.